അല്ല മാഷേ, നിങ്ങൾ ഏതാണ്ട് അവധി ദിവസങ്ങളിലൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ നിങ്ങളിങ്ങനെ പുറത്ത് കാഴ്ചകൾ തേടി പോകുന്ന ഒരാളാണ്. തീർച്ചയായും. അപ്പോൾ താങ്കളുടെ ഓരോ വ്ളോഗുകളും ഓരോ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളും കറക്റ്റ് ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും കാണാം. യെസ്. അപ്പോൾ എന്താണ് ഈ ഒരു യാത്രയിൽ താങ്കൾക്കുള്ളൊരു പ്രചോദനം? ഈ ഒരു യാത്രയിൽ അതായത് നമ്മൾ ഒരുപാട് പണം മുടക്കി ഒരുപാട് ദേശങ്ങളിലും പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു യാത്രയുടെ കരുത്തോടു കൂടി നമ്മൾ തൊട്ടടുത്ത പ്രദേശത്തേക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ കിനാലൂർ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ അവരുടെ ഗ്രൗണ്ടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ എവിടെയോ എത്തിയ അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് അല്ലേ? അപ്പോൾ ചെലവ് ചുരുങ്ങിയ വളരെ മനോഹരമായ ചെലവ് ഇതിലൊരു വിഷയമല്ല, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണല്ലോ. പ്രകൃതിയിലേക്ക് മടങ്ങുക, അത് തന്നെ. ഇപ്പോൾ യാത്രയുടെ മനഃശാസ്ത്രം എന്നുകൊണ്ട് താങ്കൾ തീർച്ചയായും യാത്രയുടെ മനഃശാസ്ത്രം നമ്മൾ ഓരോ ദിവസവും റിഫ്രഷ് ആകാന്നുണ്ട്, ഓരോ ദിവസവും. അപ്പോൾ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം അതാണല്ലോ നമ്മൾ ആരോഗ്യം. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നമ്മുടെ മനസ്സ്, നമ്മളാരും കാണാതെ പോകുന്നതാണ്. നമ്മൾ ശരീരത്തിൻ്റെ കാര്യം നോക്കും, പക്ഷെ മനസ്സിൻ്റെ കാര്യം നോക്കുന്നില്ല. അപ്പോൾ ജപ്പാനീസിൻ്റെ പിന്നെ ഈ ആരോഗ്യ രഹസ്യവുമായി ബന്ധപ്പെട്ട് ഇക്കിഗായി താങ്കൾ വായിച്ചിട്ടില്ലേ? അത് ഞാൻ വായിച്ചു. അതിൽ മനസ്സിലാക്കുന്നത്, അതായത് അവർ പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പാടില്ല എന്ന് അവർ പറയും. അതുപോലെ ഇടവേളകളിലുള്ള ഭക്ഷണം, അതുപോലെ കുറേ നടക്കുന്നു, ഈവനിങ് വാക്ക്, അതുപോലെ നേരത്തെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം ചുരുക്കുന്നു, പിന്നെ ഉപ്പ്, മധുരം ഇത് ഉപയോഗിക്കുന്നേ ഇല്ല. അങ്ങനെ ജീവിതത്തിൽ ഈ വാരി വലിച്ച് തിന്നാതിരിക്കുക, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ലഘുഭക്ഷണം, വ്യായാമത്തെക്കുറിച്ച് അവിടെ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വ്യായാമം ചെയ്യുന്നത് വയറ് കുറയാൻ വേണ്ടി, അങ്ങനെ അതിനൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വ്യായാമം അതല്ല. വ്യായാമം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കണം. ഭക്ഷണം വാരി വലിച്ച് തിന്നത് ഒഴിവാക്കണം. അല്ലാണ്ട് ഒരുപാട് തിന്ന് നമ്മൾ വയറ് കുറക്കാൻ വേണ്ടി വ്യായാമം ചെയ്തിട്ട് കാര്യമില്ല. അതാണ് അത് പറ്റി പറയാം. ഓക്കെ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ പിന്നെ താങ്കൾ പിന്നെ പുഴയിൽ അല്ലെങ്കിൽ തോട്ടിലൊക്കെ കുളിക്കാൻ പോവുക. അതെ. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ മനഃശാസ്ത്രം എന്താണ്? ഞായറാഴ്ച ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതുവരെ നമ്മൾ ജോലിയിലൊക്കെ മുഴുകി. അപ്പോൾ അത് പ്രത്യേകിച്ച് കുളിക്കാൻ പോവുക. ആളുകൾ ഇപ്പോൾ സ്വിമ്മിംഗ് പൂള് അതിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പൂനൂർ പുഴയിൽ ഒരു കുളി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്, അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. പഴയ ഒരു കുട്ടിക്കാലത്ത് മാത്രമല്ല, നീന്തൽ നല്ലൊരു വ്യായാമം കൂടിയാണല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ അവധി ദിവസങ്ങളൊക്കെ വളരെ പിന്നെ സന്തോഷം കൊണ്ട് താങ്കൾ സമ്പന്നമാക്കുന്നു. അല്ല, ഞാൻ എല്ലാ ദിവസവും അവധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജോലിക്കിടയിൽ വിശ്രമിക്കാൻ എനിക്കറിയാം. അല്ലാണ്ട് ഒരുപാട് നമ്മൾ അധ്വാനിച്ചുള്ള വിശ്രമം അതല്ല യഥാർത്ഥ വിശ്രമം. പിന്നെ നമ്മൾ ഏത് ജോലി നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് ജോലി അല്ലാതാവും, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് താങ്കൾ കുട്ടികളോട് ഇത്തരം യാത്രകളെ കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ സ്വന്തം ആളുകളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു വിവേചനമല്ല. ഞാൻ എൻ്റെ അടുത്ത ആളുകളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് അവരോട് പെരുമാറുന്നത്. അപ്പോൾ അവർ യാത്രയെക്കുറിച്ചൊക്കെ ഞാൻ അവരോട് പറയും. അവർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. താങ്കളുടെ യാത്രാനുഭവങ്ങൾ പങ്കുവെച്ച ഈ ഒരു സായാഹ്നം വളരെ മനോഹരമായിരുന്നു. ഓക്കെ. അപ്പോൾ സലീമാഷെ കുറിച്ച് ഞാൻ പറയുകയാണ്. സലീമാഷെ കുറിച്ച് നമ്മൾ നേരത്തെ നമ്മുടെ അടുത്ത സുഹൃത്ത് മാഷാണ് ശരിക്കും ഈ യാത്രയെക്കുറിച്ച്, ഈ പ്രാദേശിക യാത്രയെക്കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയും സമയം പങ്കുവെച്ചതിന് നിങ്ങളോടും നന്ദി രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.